റേറ്റ് വരുന്ന 100 രൂപ റേറ്റ് ആണ്. ഇതൊക്കെ റേറ്റ് വരുന്ന 100 രൂപ റേറ്റ് ആണ്. നമുക്കിത് ഫോണിന്റെ റേറ്റ് ഒക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഫോണിന്റെ മിക്സി ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും അൻസിക ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇത് തിരൂരാണ്. തിരൂർ ഗൾഫ് ബസാറിലെ ഫ്രൈഡേ മാർക്കറ്റ് ആണ്. നമുക്കിനി എല്ലാം നോക്കി കണ്ടറിഞ്ഞാലോ. അതെ, നല്ല തിരക്കുണ്ട്. എല്ലാ ദിവസവും തിരക്കുണ്ട്, പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച മാർക്കറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തോന്നിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കാണുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മുമ്പ് ഭാഗത്തുള്ള വഴിയോര കച്ചവടം ഒന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ജീൻസിന്റെ റേറ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാലോ. പാന്റ് സെറ്റ് വരുന്ന 200 രൂപ റേറ്റ് ആണ്. ഒക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്ന ജീൻസ് ആണ്. അത് ജോഗർ ടൈപ്പ് ആണ് കേട്ടോ. സാധാ ടൈപ്പ് വരുന്ന വലിയ ജീൻസ് ഇന്ന് റേറ്റ് വരുന്ന 200 രൂപ റേറ്റ് ആണ്. ഷർട്ടൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ. ഷർട്ടിനൊക്കെ എത്ര? ഷർട്ടൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ റേറ്റ് ആണ്. ഇതേ ഷർട്ടൊക്കെ 100 രൂപ. ഷർട്ടൊക്കെ പൊട്ടിക്കാത്ത ഷർട്ടാണ്, കവർ പീസ് തന്നെയാണ്. ഇതൊക്കെ പിന്നെ പൊട്ടിച്ച ഷർട്ടുകളാണ് ഫുൾ സ്ലീവിലേക്ക് വരുമ്പോൾ. ഈ പാൻറ്റിലേക്ക് വരുമ്പോൾ റേറ്റ് വരുന്നത് 100 രൂപ റേറ്റ് ആണ്. ഇത് ട്രാക്ക് മോഡൽ പാൻറ്റാണ്, ഷോർട്ട് ടൈപ്പ് പാൻറ്റും ഉണ്ട്. ടീഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റ് ആണ്. ഇത് ഫുൾ സ്ലീവ് ടീഷർട്ടാണ് കൂടുതൽ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ കളക്ഷൻ ഉണ്ട്. ഹാഫ് സ്ലീവ് കുറവായിരുന്നേ, അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫുൾ സ്ലീവ് തന്നെയായിരുന്നു കൂടുതൽ. ഇതിൻ്റെ കൂടെ തന്നെ ഷർട്ടിൻ്റെ കളക്ഷനും ഉണ്ട്. മിക്സി ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 800 രൂപ റേറ്റ് ആണ്. ഗ്യാസ് അടുപ്പിന് റേറ്റ് വരുന്നത് 800 രൂപ റേറ്റ് ആണ്. എല്ലാതരം സീഡുകളും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പച്ചക്കറി തന്നെ വൻപയറിന്റെ ഗൾഫ് നാടിലുള്ള എല്ലാ വിഷയവും ചന്ദനത്തിരി ഉണ്ട്, പിന്നെ ബക്കൂറുണ്ട്, മല്ലിച്ചപ്പുണ്ട്, മല്ലിച്ചപ്പിന്റെ വിഷയമുണ്ട്, പാലക്ക് ചീരുണ്ട്, മീറ്റർ പയർ ഹൈബ്രിഡ് ഉണ്ട്, ഫ്രണ്ട് ഹൈബ്രിഡ് ഉണ്ട്. അങ്ങനെ എല്ലാ വിഷയവും. ചിരങ്ങ ഒരുപാട് ഐറ്റുണ്ട്. ഉണ്ടച്ചിരങ്ങുണ്ട്, മൂന്നുള്ള ചിരങ്ങുണ്ട്, എല്ലാം ഐക്കോന്റെ വിഷയമുണ്ട്. സുമന്തന്റെ പയറുണ്ട്. ജീൻസിന് എത്ര റേറ്റ്? ജീൻസിനൊക്കെ റേറ്റ് വരുന്നത് 200 രൂപ റേറ്റ് ആണ്. റേറ്റ് തുടങ്ങുന്നത് 300 രൂപ റേറ്റ് ആണ്. ഇതൊക്കെ 300 രൂപ റേറ്റിലുള്ള ഷർട്ടാണ്. ഷർട്ടൊക്കെ എത്ര റേറ്റ്? ഷർട്ടിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റ് ആണ്. ഇതിൽ ഏത് ഷർട്ട് എടുത്താലും 100 രൂപ റേറ്റ് ആണ്. ഇതെങ്ങനെ വില? ഇതൊക്കെ റേറ്റ് വരുന്ന 30 രൂപ റേറ്റ് ആണ്. സീ കേബിള് റേറ്റ് വരുന്ന 40 രൂപ റേറ്റ്. ഒക്കെ 40. ഹെഡ്സെറ്റ് 50. ഉപകരണ സാധനങ്ങളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 5 രൂപ റേറ്റിലാണ്. 5 രൂപ റേറ്റ് വരുന്ന സ്പൂണ്, സ്ക്രബ് അങ്ങനത്തെ ഐറ്റംസ് ആണ്. അപ്പോൾ ഈ കാണുന്ന ലഞ്ച് ബോക്സിന് റേറ്റ് വന്നിട്ടുള്ള 50 രൂപ റേറ്റ് ആണ്. അത് ചെറുതാട്ടോ, ചെറിയ ലഞ്ച് ബോക്സ്. അപ്പോൾ വലുതിനൊക്കെ 70 ആ റേറ്റൊക്കെ വരുന്നുണ്ട്. ഇതിലൂടെ പാൻറ്റിലേക്ക് വരുമ്പോൾ അതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 200 രൂപ റേറ്റ് ആണ്. ഇതിൽ ഏതെടുത്താലും റേറ്റ് വരുന്ന 200 രൂപ റേറ്റ് ആണ്. അപ്പോൾ കുറേ കളക്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ ഷോർട്ടായിട്ടുള്ള പാൻറ്റും ഉണ്ട്, പിന്നെ ലോങ് ആയിട്ടുള്ള പാൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തുണി വന്നിട്ടുള്ളത് പോളിസ്റ്റർ ബ്ലെൻഡഡ് ആട്ടോ, പ്യൂർ കോട്ടൺ അല്ല വന്നിട്ടുള്ളത്, പോളിസ്റ്റർ ആയിട്ടുള്ളതാണ്. ഇയറിംഗ്സിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 20 ആണ്. 20, 30, 40 അങ്ങനത്തെ റേറ്റ് കേട്ടോ.
കമ്പനി ചെരുപ്പിടാ, കമ്പനി ചെരുപ്പ് കാര്യം 100 120. BKC-ന്റെ ഏതാ ആരാ കൊടുക്കുക, ആരാ വായിക്കുക, ആരും വായിക്കൂല. ഇതൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ റേറ്റ് ആണ്. നല്ല വില കുറച്ച് കാര്യം പറഞ്ഞോ. ഓക്കെ. ൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 100 രൂപ റേറ്റ് ആണ്. ഇത് ഒരുപാട് കളർ ചേഞ്ചിങ് ഉണ്ട്. അതാ എനിക്ക് ഇത് ഈ പച്ച, റെഡ്, ബ്ലൂ, ബ്ലാക്ക്, അങ്ങനെ കുറേ യെല്ലോ, കുറേ കളർ ചേഞ്ചിങ് ഉണ്ട്. വാച്ചിൻ്റെ കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള വാച്ചുകളാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റ് ആണ്. ആ വാച്ചിന് റേറ്റ് വന്നിട്ടുള്ളത് 1000 രൂപയാണ് ആ വാച്ചിന് റേറ്റ് പറഞ്ഞത്. അപ്പോൾ ചെയിൻ്റെ വാച്ചുകളാണ് കൂടുതൽ. പിന്നെ ലെതർ ടൈപ്പിൽ വരുന്ന വാച്ചുകളുണ്ട്. ഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 300 രൂപ റേറ്റ് ആണ്. 300 രൂപ ഷർട്ടുകളാണ് അവിടെ കൂടുതൽ. അപ്പോൾ 2-3 എടുത്ത് 300 രൂപ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഫോണിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് നോക്കിയാലോ. മൊബൈൽ ഫോണിൻ്റെ റേറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്ന 1500 രൂപ റേറ്റ് ആണ്. അത് സാംസങ് ഗാലക്സി ആ മോഡലാണ് ഫോൺ വന്നിട്ടുള്ളത്. പിന്നെ ഐഫോണിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്ന 3000 രൂപ റേറ്റ് ആണ് വരുന്നത്. 5G സെറ്റ് വന്നിട്ടുള്ളത് വിവോയും റിയൽമി അതിൻ്റെ സെറ്റുകളാണ് വന്നിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊന്നും നോക്കിയാൽ ഇവിടെ ഫോണിന്റെ വിലയൊക്കെ ഒന്ന് നോക്കാം. സെക്കൻഡ് ഹാൻഡ് ഫോണിന്റെ കേട്ടോ. സ്റ്റാർട്ടിങ് എത്രയാ റേറ്റ്? 1300 ഫോൺ കാണിക്കുക. ഫോണാണ്. ഇതാണ് 1300 ഫോൺ വരുന്നത്. സെറ്റിൽ ഇന്നോവന്റെയാ. ഈ കാക്കാനോട് ഡീറ്റെയിൽസ് ചോദിച്ചോളൂ കേട്ടോ. ഓരോ ഫോണിന്റെ റേറ്റ് റേറ്റും കാര്യമൊന്നും പറയണേ കേട്ടാ. ചോദിച്ചു നിങ്ങൾ ആരും വിളിച്ചായിരുന്നോ? ആരും വിളിച്ചായിരുന്നു. ഗൂഗിൾ 6 5G ആണ്. പിന്നെ ഓപ്പോ അത് 5500 വരും. 128 6 ആണ്. 5G സെറ്റ് ഇപ്പൊ സ്റ്റോക്കില്ല. ഉണ്ടായിരുന്നു 1-2 ഉണ്ടായിരുന്നു, വിറ്റുപോയി. ഉണ്ടാവും 5G സെറ്റ് ഉണ്ടാവും. അത് ഓപ്പോന്റെ 9A ആണ്. അത് 4500 കൊടുക്കും. ഐബലിന്റെ ടാബാണ്. വാറന്റി 8 ദിവസത്തെ വാറന്റി കൊടുക്കും. ഷോപ്പ് വാറന്റി കൊടുക്കും. നമ്മള് ഷോപ്പ് ഗ്യാരണ്ടി കൊടുക്കും. നമുക്ക് ഷോപ്പ് ഉണ്ട്. എന്റെ ഷോപ്പിന്റെ പേര് ഹോട്ട്സ്പോട്ട് ആണ്. ഫോൺ നമ്പർ ഓക്കെ. ഫ്രണ്ട്സ്, ഈ വീഡിയോ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പണി കിട്ടിയത്. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ മൈക്ക് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ക്യാറ്റിൻ്റെ ഫോണാണ് വന്നിട്ടുള്ളത്. ഇത് 80,000 രൂപൻ്റെ ഫോണാണ്. 7,500-നാണ് ഇവർ വിൽക്കുന്നത്. അപ്പോൾ അത് താഴെ വീണാലൊന്നും അത് പൊട്ടൂലെന്നാണ് അവർ പറയുന്നത്. അത് അവർ ഇങ്ങനെ അടിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഡിസ്പ്ലേക്ക് ഒന്നും വരുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ. അപ്പോൾ അവരത് പറയുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ മൈക്ക് ഓഫായത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു പണിയാണ് കിട്ടിയത്. ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. ഇതൊക്കെ ഈ നല്ല ഭാഗങ്ങളായിരുന്നു ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടില്ല. ആ ഭാഗമൊക്കെ പോയിട്ടുണ്ട്. പിന്നെ 5G സെറ്റിലേക്ക് വരുമ്പോൾ ഗൂഗിളിൻ്റെ ഫോണ് 16,000 രൂപയാണ് പറഞ്ഞേക്കുന്നത്. ഈ ഫോണാണ് ഗൂഗിളിൻ്റെ. അത് 5G സെറ്റാണ്. അതിന് റേറ്റ് വന്നിട്ടുള്ള 16,000 രൂപയാണ് റേറ്റ് വന്നത്. അപ്പോൾ ക്യാറ്റിൻ്റെ ഫോണിന് റേറ്റ് വന്നിട്ടുള്ള 70,000 രൂപയാണ്. അത് പക്ഷേ ഇവർ വിൽക്കണത് 7,500 രൂപ ആ പ്രൈസിലാണ് വിൽക്കണത്. അപ്പോൾ എന്തായാലും ഇവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഞങ്ങൾ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഫോൺ വേണ്ടവർ ഈ കാക്കാനെ വിളിച്ചാൽ മതിയാവും. അപ്പോൾ ഡീറ്റെയിൽസും കാര്യവും പറയും ചോദിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ചില ഫ്രണ്ട്സൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കട്ട ഫോണാണോ, അതായത് മോഷണം വന്നിട്ടുള്ള ഫോണാണോ ഇത്ര റേറ്റിന് വിൽക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞത് IMEI നമ്പർ വാങ്ങിക്കും, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മേടിച്ചിട്ടേ ഞങ്ങൾ വാങ്ങിക്കത്തുള്ളൂ, കട്ട ഫോണൊന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. പക്ഷേ ഞങ്ങളുടെ മൈക്കിൻ്റെ പ്രശ്നം കൊണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ബാഗിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റാണ്. ഈ ബാഗിനെല്ലാം റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. വലിയ ബാഗിലേക്ക് വരുമ്പോൾ റേറ്റ് വന്നിട്ടുള്ള 200 രൂപ റേറ്റാണ്. ചെറിയ ബാഗിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റുമാണ്. അപ്പോൾ കുറേ കളക്ഷൻ ഉണ്ട്. ബാഗിന് നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട്.
ബാഗിന് പുറമെ തൊട്ടടുത്ത് തന്നെ ചെരുപ്പിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. ഈ ബാഗ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗല്ലേ. അതിന് റേറ്റ് പറഞ്ഞാൽ 200 രൂപ റേറ്റാണ്. ഇനി നമുക്ക് ചെരുപ്പിൻ്റെ റേറ്റും കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞാലോ. ഇപ്പോൾ ചെരുപ്പിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റാണ്. ഇതൊക്കെ 100 രൂപ റേറ്റിൽ വരുന്ന ചെരുപ്പുകളാണ്. കുറേ കളക്ഷൻ ഉണ്ട്. പിന്നെ 300 രൂപ റേറ്റിൽ വരുന്ന ലെതറിൻ്റെ ചെരുപ്പുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാവേ. അവർ പറയുന്നുണ്ട് കടയിലൊക്കെ ഈ ചെരുപ്പിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. ശരിയാണ്, നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. മൂപ്പര് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ചെരുപ്പാണ് 350 രൂപ റേറ്റ് പറഞ്ഞത്, 300 350 റേറ്റ് പറഞ്ഞത്. പക്ഷെ ഇത് ഫിക്സഡ് റേറ്റ് അല്ല, ഇതിൽ റേറ്റ് കുറയ്ക്കുമെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് സാധനം ഇഷ്ടപ്പെടുവാണെങ്കിൽ റേറ്റും കാര്യമൊക്കെ അവർ കുറച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു ചെരുപ്പ്. കാരണം എനിക്ക് കുറേ ചെരുപ്പുകളായിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ ചെരുപ്പ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. എനിക്ക് വേണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് നല്ല ചെരുപ്പാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. ഈ ചെരുപ്പൊക്കെ കണ്ടില്ല, നല്ല കട്ടിയുണ്ട് കേട്ടോ. കാലിലിട്ടാൽ നല്ല സുഖമാണ്. ചെരുപ്പിന് നല്ല ക്വാളിറ്റി തോന്നി. വലിയൊരു കച്ചവടക്കാരെ പ്രതീക്ഷിച്ച് വരുവാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മാത്രം വന്നാൽ മതി. അന്ന് മാത്രമേ ഉള്ളൂ വലിയൊരു കച്ചവടക്കാരുള്ളത്. ഫ്രണ്ട്സ്, ഈ കാണുന്ന മൊബൈൽ കവറിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള വെറും 10 രൂപ റേറ്റ് മാത്രമാണ്. അപ്പോൾ കുറേ ഫ്രണ്ട്സ് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ റേറ്റ് 10 എന്ന് പറയുന്നത് ഞങ്ങൾ വരുമ്പോൾ റേറ്റ് കൂട്ടും. ഒരിക്കലും ഇല്ല. അതിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തോട്ട് വരുമ്പോഴാണ് ഈ വലിയ കച്ചവടക്കാരുള്ളത്. അപ്പോൾ ഒരു റേറ്റ് ഒന്നും കൂട്ടത്തില്ല. ഇത് തിരൂരുള്ളവർക്ക് തന്നെ അറിയാം. തിരൂരുള്ളവർ വന്നിട്ട് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ട്. അതെന്താണ് നമുക്കറിയത്തില്ല. ഇത് ഞങ്ങൾ റേറ്റും കാര്യമൊക്കെ വെറുതെ പറയുന്നതാണ്. അതെന്താ കാര്യമെന്ന് അറിയത്തില്ല. ഇനി ഓരോ വീഡിയോ ചെയ്യുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല. ഒരു വെറുതെ നുണ പറയണതാണ്. എന്തായാലും വന്നവർക്കറിയാം ഫ്രണ്ട്സ്. അത് ചിലവർ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ വന്ന് വാങ്ങിച്ചു നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ബക്കറ്റിൻ്റെയൊക്കെ കാണിച്ചില്ല, പാത്രങ്ങളുടെയൊക്കെ ഫസ്റ്റിൽ ഈ വീഡിയോന് മുമ്പ് അതിന് റേറ്റ് വന്നിട്ടുള്ള 3 50 രൂപ റേറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ കളിപ്പാട്ടത്തിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള, ടോയ്സിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള ഇതിന് 250 റേറ്റ് എങ്ങാണ്ടാവും പറഞ്ഞത്. അത് എന്താ ഈ ുള്ള ടൈപ്പാണ് ആ ഫ്ലൈറ്റ് വന്നിട്ടുള്ളത്. അത് 250 രൂപ റേറ്റാണെന്ന് തോന്നുന്നു പറഞ്ഞത്. റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മൈക്ക് ഇങ്ങനെ ഓഫ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോയിലെല്ലാം ഇതായിട്ടുണ്ട്. പിന്നെ ചെറിയ സാധനങ്ങളൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. 100 രൂപ റേറ്റ് വന്നിട്ടുള്ള ഇതെന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ എടുക്കണയാണെന്ന് പറഞ്ഞു. അതെനിക്ക് നല്ലോണം മനസ്സിലായിട്ടില്ല. പക്ഷേ ആ കാക്ക അത് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചോപ്പർ, അതിന് റേറ്റ് വന്നിട്ടുള്ളത് 200 രൂപ റേറ്റാണ്. ഈ ചോപ്പർ നമ്മൾ ഈ വരിയോര കച്ചവടക്കാരെ ഇന്ന് സാധനം എടുക്കുകയാണെങ്കിൽ നമുക്ക് വിലയൊക്കെ പറഞ്ഞ് വാങ്ങിക്കാവുന്നതാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്ര പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളും ഇവരുടെ കയ്യിലുള്ള സാധനങ്ങളും ഒരേ സാധനങ്ങൾ തന്നെ മിക്കവാറും വരുന്നത്. അത് ഈ വരിയോര കച്ചവടക്കാർ തന്നെ പറയുന്നുണ്ട്. അവർക്ക് ഷോപ്പും കാര്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇവരിങ്ങനെ വരിയോര കച്ചവടത്തിന് ഇരിക്കുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് കടയിലും ഇരിക്കും, ഷോപ്പിലും ഇരിക്കും. അത് 1-2 വീഡിയോസിൽ ഓരോ ഫ്രണ്ട്സ് ഇങ്ങനെ വഴിയോര കച്ചവടക്കാരായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. ഇതിന് വന്നിട്ടുള്ള റേറ്റ് 200 രൂപ റേറ്റാണ്. അതിന് മുമ്പ് എടുത്തൊരു കാറിൻ്റെ ഒരു സ്പീക്കറില്ല, അതിന് റേറ്റ് വന്നിട്ടുള്ള 600 രൂപ റേറ്റാണ്. പിന്നെ ഞങ്ങൾ ഈ കടയിലോട്ടാണ് വന്നത്. അപ്പോൾ മൈക്ക് ഇങ്ങനെ ഓഫ് ആയതുകൊണ്ട് കുറേ ഇങ്ങനെ മിസ്സായിട്ടുണ്ട്. ഇതിൽ റേറ്റും കാര്യമൊക്കെ ഓരോ തന്നെ പറയുന്നുണ്ടായിരുന്നു. ബ്ലൂടൂത്തിൻ്റെ വയർലെസ് അതിന് റേറ്റ് വന്നിട്ടുള്ളത് 350 രൂപയാണ്. അപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ട്, ഓരോ ഷോപ്പാണ് അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് കാണുന്നത്. ഷോപ്പിലാവുമ്പോൾ ഞങ്ങളിത് ഈ സാധനമൊക്കെ വിൽക്കണം ഒരു 500 ആ റേറ്റിലാണ്. ഇങ്ങനെ ആവുമ്പോൾ 350 വേണമെന്ന് പറഞ്ഞു. ഇതിന് റേറ്റ് വന്നിട്ടുള്ള 1000 രൂപ റേറ്റാണ്. അപ്പോൾ 1 2 3 4 5 6 7 ടൈപ്പ് സ്ട്രാഫ് വരുന്നുണ്ട്. ബ്ലൂടൂത്തിൻ്റെ ഒരു ചെറിയൊരു ഹെഡ്സെറ്റും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കേബിള് അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റേറ്റ് വന്നിട്ടുള്ള 1000 രൂപ റേറ്റാണ്. ഇവർ പക്ഷേ ആ ഷോപ്പിലാണ് 1000 രൂപയ്ക്ക് വിൽക്കുന്നത്. ഇവിടെ വിൽക്കുന്നത് 800 രൂപ റേറ്റിലാണ് വിൽക്കുന്നത്. നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നല്ല റേറ്റ് കൂടുതലായിരിക്കും. ഇവരുടെ അടുത്ത് നിന്നാകുമ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് തന്നെ ഇറക്കി വെക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ റേറ്റ് വന്നിട്ടുള്ള സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ടുള്ള 50 രൂപ റേറ്റാണ്. കുട്ടികളുടെ വാച്ചിലേക്ക് വരുമ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ള 400 രൂപ റേറ്റാണ്. വാറൻറ്റിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വാറൻറ്റിയൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാറൻറ്റി ഇല്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ മുൻഭാഗത്തായിട്ടാണ് ഈ കടയൊക്കെ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ വാച്ച് ടൈപ്പിൽ വന്നിട്ടുള്ള മോതിരങ്ങളാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം, വിരലിലൊക്കെ ഇടുകയും ചെയ്യാം. എന്നാൽ ഇതൊരു വാച്ച് പോലെ തന്നെയാണ്. ഈ മോതിരത്തിൻ്റെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. റിങ് മോഡലാണ്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം റേറ്റ് കുറച്ച് വാങ്ങിക്കിയത് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് അല്ല. ഈ മലപ്പുറം ഭാഗത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് അതായത് ഫാഷനായിട്ടുള്ള എന്ത് സാധനങ്ങളും ഇവിടെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതിന് ശേഷമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. വേറൊന്നുമല്ല ഞാൻ പറയാൻ കാരണം, ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. പക്ഷേ മലപ്പുറം ഭാഗത്താവുമ്പോൾ കുറേ സാധനങ്ങൾ
ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ നേരത്തെ പോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ വരാൻ കുറച്ച് നാളെങ്കിലും പിടിക്കും. 2-3 മാസമൊക്കെ എടുക്കും. ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 50 രൂപ റേറ്റാണ്. ഈ വാച്ചിനൊക്കെ കുട്ടികളുടെ വാച്ചാണ്. അത് കുറേ കളക്ഷൻ ഉണ്ട് ഇതിൽ തന്നെ. ഇവരുടെ അടുത്ത് കുറേ ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ HTCൻ്റെ ട്രിമ്മറിന് റേറ്റ് വന്നിട്ടുള്ള 200 രൂപ റേറ്റാണ്. ട്രിമ്മറിൻ്റെ തന്നെ നല്ല കളർ ചേഞ്ചിങ് ഉണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്. അപ്പോൾ കളർ ചേഞ്ച് ഒക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങിക്കാവുന്നതാണ്. ഇവരുടെ മൊബൈൽ പൗച്ചൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 50 രൂപ റേറ്റിലാണ്. ഐഫോണിൻ്റെ മൊബൈൽ പൗച്ചാണ് റേറ്റ് വന്നിട്ടുള്ള 50 രൂപ റേറ്റ്. പിന്നെ C ടൈപ്പിലെ കേബിളിന് റേറ്റ് വന്നിട്ടുള്ള 30 രൂപ റേറ്റാണ്. സാധാ വള്ളി ഹെഡ്സെറ്റിലെ അതിന് റേറ്റ് വന്നിട്ടുള്ള സ്റ്റാർട്ടിങ് 50 രൂപ റേറ്റാണ്. 100 രൂപ മുതലാണ് ബ്ലൂടൂത്തിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. 200 രൂപ റേറ്റ് മുതൽ സ്പീക്കറുകൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. ചെറിയ ടോർച്ച് ലൈറ്റിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 30 രൂപ റേറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ള തിരൂർ ഗൾഫ് ബസാറാണ്. താങ്ക് യു.